നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ വിളിക്കുക. ഇനിയെങ്കിലും നെയ്മർ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറാവണം. റോഡ്രിഗോ ഇല്ലാത്ത അവസ്ഥയിൽ ബ്രസീലിയൻ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. കാർലോ അഞ്ചലോട്ടി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് ഒരുക്കുമ്പോൾ നെയ്മർ ഉണ്ടാവണം. അത് റൊമാരിയോ അടക്കമുള്ള ബ്രസീലിൻ്റെ മുൻ താരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നെയ്മർ ഒരു എക്സെപ്ഷണൽ പ്ലെയറാണ്. വേൾഡ് കപ്പിന് മുമ്പ് ഒരു എക്സെപ്ഷണൽ പ്ലെയർ ഉണ്ടാവുക എന്നുള്ളത് ആ ടീമിന് കാര്യങ്ങൾ എളുപ്പമാക്കും. അതുകൊണ്ട് നെയ്മറേയും കൊണ്ടുപോകണമെന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഫുള്ളി ഫിറ്റായ താരങ്ങളെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ എന്നതുമാണ്. അപ്പോൾ ആഞ്ചലോട്ടിയുടെ പ്ലാനിൽ കൃത്യമായി ഇടമുണ്ടായിരുന്ന ആളാണ് റോഡ്രിഗോക്ക് നമ്പർ 10 റോളിൽ കളിക്കാൻ പറ്റും. നെയ്മറില്ലാത്ത ഘട്ടങ്ങളിൽ ആ രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നേറ്റത്തിൻ്റെ ഇരു പാർശ്വങ്ങളിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കളിക്കാൻ പറ്റും. അദ്ദേഹത്തിന് സ്ട്രൈക്കർ റോളിലും കളിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും നെയ്മറുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ബ്രസീലിന് അനിവാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം റോഡ്രിഗോ ഒരു 10-70 മിനിറ്റ് കളിക്കുക, അല്ലെങ്കിൽ 60-65 മിനിറ്റ് കളിക്കുക, ബാക്കി സമയം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും നെയ്മർ വരിക. ഇതൊക്കെയാണ് ആരാധകർ ആഗ്രഹിച്ചിരുന്നത്, കണ്ടത്. അതായത് നെയ്മറെ പൂർണ്ണമായിട്ട് ഇനിയിപ്പോൾ ഫുള്ളി ഫിറ്റ് അല്ലെങ്കിൽ കളിപ്പിക്കാതിരിക്കരുത്, ബെഞ്ചിലെങ്കിലും അദ്ദേഹത്തെ ഇരുത്തുകയും ആവശ്യമുള്ള സമയങ്ങളിൽ രണ്ടാം പകുതിയിൽ ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ ഒക്കെ കളിക്കാൻ വേണ്ടി കളിക്കളത്തിലേക്ക് വിടുകയും ചെയ്താൽ തന്നെ കളിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള, ഡിസിസീവായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള താരമാണ് നെയ്മർ ജൂനിയർ. അപ്പോൾ അദ്ദേഹത്തെ ആ തരത്തിലെങ്കിലും കൊണ്ടുപോകണമെന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ആവശ്യമെങ്കിൽ ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ഹാൻഡിലുകളൊക്കെ നോക്കുക. അവർ പറയുന്നു റോഡ്രിഗോയെ നഷ്ടപ്പെട്ടതുകൊണ്ട് നെയ്മറെ കൊണ്ടുപോകൽ നിർബന്ധമാണ്. കാരണം ആ പൊസിഷനിൽ ഇനി കളിക്കാൻ കപ്പാസിറ്റി ഉള്ള താരം നെയ്മർ മാത്രമാണ് എന്നവർ പറയുന്നു. എന്തായാലും എന്ത് തീരുമാനം ആഞ്ചലോട്ടി എടുക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്യുവർ സ്ട്രൈക്കർ എന്ന രൂപത്തിലുള്ള താരങ്ങളെയാണ് പലപ്പോഴും മിസ് ചെയ്യുന്നത്. കളി മെനയാൻ ഇനിയിപ്പോൾ നെയ്മറില്ലെങ്കിൽ പലപ്പോഴും ലൂക്കാസ് പക്കേറ്റയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതേ നിലവാരത്തിൽ തന്നെ പോകുമോ എന്ന് കണ്ടറിയണം. പക്കേറ്റോ ഇവിടെ കിടക്കുന്നു, നെയ്മർ ഇവിടെ കിടക്കുന്നു. ആരാധകരുടെ ആവശ്യം ന്യായമാണ്. നെയ്മർ ഫിറ്റാണെങ്കിൽ, നെയ്മർ ഒരു 75% എങ്കിലും ഫിറ്റാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോയേ പറ്റൂ. നേരത്തെ ഉള്ളതിനേക്കാൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് റോഡ്രിഗോ ഇല്ലാത്ത ഈ ഘട്ടത്തിൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.